പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താഗതി സങ്കീർത്തനം 66 18 ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നു എങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. ദാവീദ് മഹാരാജാവ്, ഇസ്രായേലിന്റെ രാജാവായിരുന്ന ദാവീദ് മഹാരാജാവ് തന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ യഹോവ കേൾക്കയില്ലായിരുന്നു. തന്റെ ജീവിതയാത്രയിൽ ഒരു ആട്ടിടയനായിരുന്ന തന്നെ താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ, ദൈവത്തെ താൻ വാസ്തവമായി ആരാധിച്ചപ്പോൾ, ദൈവത്തെ താൻ സ്നേഹിച്ചപ്പോൾ ഈ അഖിലാണ്ടത്തെ ഉളവാക്കിയ ദൈവം തന്നെ ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായി അഭിഷേകം ചെയ്തു. പക്ഷേ ആ ജീവിതയാത്രയിൽ അവൻ ഊരിയാവിനെ കൊന്നു. ഊരിയാവിന്റെ ഭാര്യയായ ബത്ശേബയെ സ്വന്തമാക്കി. അതിലുണ്ടായ കുട്ടി മരിക്കാറായി കിടന്നപ്പോൾ അവൻ എന്തു ചെയ്തു? അവൻ വാസ്തവമായി ദൈവത്തോട് ഉപവസിച്ചു പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടില്ല. ഹല്ലേലൂയ. ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടില്ല. നിങ്ങൾ എന്താണ് കേൾക്കാത്ത കാരണം? അവൻ പാപം ചെയ്തിട്ട് അവന്റെ ഹൃദയത്തിൽ അവൻ അകൃത്യം കരുതിയതുകൊണ്ട് അവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. അതുകൊണ്ട് യെശയ്യാ പ്രവചനം 1-15 വായിക്കുന്നു, നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയുന്നു. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. യെശയ്യാ പ്രവചന പുസ്തകത്തില് 1-15 ദൈവം നമ്മോട് പറയുകയാണ്, നമ്മൾ പാപം ചെയ്തിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച എത്ര തന്നെ നിങ്ങൾ കൈ മലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇവിടെ ദാവീദ് രാജാവിന്റെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ദാവീദിന്റെ കൈ. ദാവീദ് ഊരിയാവിനെ കൊന്നു, ബത്ശേബയെ സ്വന്തമാക്കി. അവന്റെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കണ്ണ് മറച്ചു കളയുകയാണ്. ദൈവം അവന്റെ പ്രാർത്ഥന കേൾക്കുകയില്ല. 51 സങ്കീർത്തനത്തിൽ അവൻ ദൈവത്തിന്റെ മുമ്പിൽ വീണ് കിടന്നു. ദൈവത്തോട് കരഞ്ഞു, ദൈവമേ ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ എന്ന് അവൻ ദൈവത്തോട് വിലപിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന്റെ പാപങ്ങളെ മുഴുവനും കടലിന്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളഞ്ഞ ദൈവമാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനുഷ്യരാണ്. പക്ഷേ നമ്മൾ തെറ്റുകൾ ചെയ്യും. പക്ഷേ ദൈവത്തോട് നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ട് എങ്കിൽ ദൈവം അതെല്ലാം മാറ്റി നമ്മളെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. യേശു ക്രിസ്തു പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് പറ്റുന്ന തെറ്റുകളെല്ലാം ദൈവസന്നിധിയിൽ ദിനം പ്രതി നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു എങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. നമ്മുടെ അകൃത്യം നമ്മുടെ ഹൃദയത്തിൽ കരുതിയാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കയില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. സദൃശവാക്യത്തും 28-9 പറയുകയാണ്, ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥനയും വെറുപ്പാകുന്നു. ജ്ഞാനിയായ ശലോമോൻ തന്റെ സദൃശവാക്യം എഴുതിയപ്പോൾ പറയുകയാണ്, ന്യായപ്രമാണം കേൾക്കാതെ, ദൈവത്തിന്റെ ന്യായപ്രമാണം നമ്മൾ കേൾക്കാതെ എന്ന് വെച്ചാൽ അത് നമ്മൾ അനുസരിക്കാതെ ദൈവത്തിന്റെ ന്യായപ്രമാണം കേൾക്കാതെ കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥനയും വെറുപ്പാകുന്നു. അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ആർക്ക് വെറുപ്പാകുന്നു? യഹോവയായ ദൈവത്തിന് വെറുപ്പാകുന്നു. നമ്മളോട് ദൈവം പറഞ്ഞിട്ടുള്ളത് എന്താണ്? ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ വെടിപ്പോടെ നിർമ്മല ഹൃദയത്തോടെ ഹല്ലേലൂയ ശരീരത്തെയും മനസ്സിനെയും നിർമ്മലമാക്കി ശുദ്ധീകരിച്ച് അവൻ വിശുദ്ധനായാൽ ആകൊണ്ട് നമ്മളും വിശുദ്ധരായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ മാറോട് ചേർന്നിരിപ്പാൻ, വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയിൽ ആരാധിക്കുവാൻ നമ്മൾ പഠിക്കണമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. യോഹന്നാന്റെ സുവിശേഷം, പുതിയ നിയമത്തിലേക്ക് വന്നാൽ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 31 നമ്മൾ വായിക്കുന്നു,
പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന് അവന്റെ ഇഷ്ടം ചെയ്യുന്നതിന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. ഇവിടെ ദൈവവചനത്തിൽ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. പിന്നെ ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്? ദൈവഭക്തനായിരുന്ന് അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന. നമ്മളോട് ദൈവം പറഞ്ഞു ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? ദൈവത്തിന്റെ ഇഷ്ടം ഹല്ലേലൂയ, പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ബലത്തോടെ ദൈവാലയത്തിൽ ചെന്ന് ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുക. പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ബലത്തോടെ നമ്മൾ എന്തു ചെയ്യണം? നമ്മൾ ദൈവത്തെ ആരാധിക്കണം. അതിന് നമുക്കൊരു മാതൃക തന്നിരിക്കുന്നത് ദാവീദാണ്. ദാവീദ് പെട്ടകത്തിന് മുമ്പിൽ കുതിച്ച് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചു. നമ്മൾ ആരാധിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? കുതിച്ച് നൃത്തം ചെയ്ത് എല്ലാം മറന്ന്, ഈ ലോകത്തിലുള്ള നമ്മുടെ സുഖസൗകര്യങ്ങളോ നമ്മുടെ സ്ഥാനമാനങ്ങളോ എല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ നമ്മൾ മറന്നു കളയണം. അങ്ങനെ മറന്നു കളഞ്ഞ് കുതിച്ച് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമ്മൾ ദൈവത്തെ ആരാധിക്കണം. 2, നമ്മളുടെ ജീവിതത്തിൽ പ്രവൃത്തി വേണം. എന്താണ് പ്രവൃത്തി? ഒരു മനുഷ്യൻ ഭക്തനാണ് എങ്കിൽ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അവസാനത്തെ വാക്യത്തിൽ യാക്കോബ് പറയുകയാണ്, ഒരുത്തൻ ഭക്തനാവണമെങ്കിൽ പിതാവാം ദൈവത്തിന്റെ മുമ്പിൽ വിശുദ്ധിയുള്ള ഭക്തിയോ എന്താണ്? അവന്റെ ഈ ലോകത്തിന്റെ കളങ്കം പറ്റാതെ തന്നെ കാസൂക്ഷിക്കുന്നതും അനാഥരെയും വിധവയെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതുമാണ്. ഈ ലോകത്തിന്റെ കളങ്കം പറ്റാതെ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കണമെന്ന് ദൈവം ഓർപ്പെടുത്തുകയാണ്. 2, നമ്മള് അനാഥർക്കും വിധവമാർക്കും ഹല്ലേലൂയ, അനാഥന് നമ്മൾ അപ്പനായിരിക്കണം, അമ്മയായിരിക്കണം, സഹോദരനായിരിക്കണം, സഹോദരിയായിരിക്കണം. നമ്മൾ അവരുടെ ആവശ്യഘട്ടങ്ങളിൽ അവരെ സഹായിക്കണം. അങ്ങനെ നമ്മൾ ചെയ്യുന്നു എങ്കിൽ നമ്മൾ ശരിയായ ഒരു ഭക്തനാണ്. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? ദൈവത്തെ ആരാധിക്കുക, നന്മ ചെയ്യുവാൻ നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ നമ്മൾ ചെയ്യുന്നു എങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന, നീതിമാന്റെ സത്യയോടുള്ള പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. 9-ാം അധ്യായത്തിൽ, യോഹന്നാൻ 9-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ യേശു ക്രിസ്തു കാണുകയാണ്. യേശു ക്രിസ്തു ചേറുണ്ടാക്കി ചേറുണ്ടാക്കി അവന്റെ കണ്ണിൽ പുരട്ടിയിട്ട് പറയാണ്, ശീലോഹവും കുളത്തിൽ പോയി കഴുക എന്ന് അവനോട് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ അവൻ കഴുകി അവന് കണ്ണിനെ കാഴ്ച പ്രാപിച്ച് മടങ്ങി വന്നു. ഹല്ലേലൂയ. അവനെ ക്രിസ്തു എന്ന് പറയുന്നവനെ പള്ളി പ്രശ്നമാക്കണമെന്ന് യഹൂദന്മാർ ആ കാലഘട്ടത്ത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ അവനെ ക്രിസ്തു എന്ന് പറയുവാൻ യഹൂദന്മാർക്ക് പേടിയായിരുന്നു. ദൈവമക്കളെ ഹല്ലേലൂയ പറയുകയാണ്, ഹല്ലേലൂയ ഇവൻ പാപിയാണെങ്കിൽ യേശു ക്രിസ്തു എന്താണ് ചെയ്തത്? യേശു ക്രിസ്തു 2 കാര്യങ്ങളാണ് അവിടെ നോട്ടത്തിൽ യേശു ക്രിസ്തു ചെയ്തത്. 1, ശബത്തെ ലംഘിച്ചു. ആ ശബത്തിനെ അവൻ ലംഘിക്കുകയാണ്. 2, പിതാവായ ദൈവം ഞാൻ പിതാവാം ദൈവത്തിന്റെ പുത്രനാണെന്ന് പറയുകയാണ്. യഹൂദന്മാർ നോക്കുമ്പോൾ ഒരു തച്ചന്റെ മകനായ യേശു ക്രിസ്തു ഞാൻ പിതാവാം ദൈവത്തിന്റെ പുത്രനാണെന്ന് പറയുന്നു. 2, അവൻ ശബത്തിനെ ലംഘിക്കുകയാണ്. ഈ 2 കാരണം കൊണ്ടാണ് അവർക്ക് യേശുവിനെ കൊല്ലണമെന്ന് അവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയുകയാണ്, ഇവൻ ഒരു പാപിയാണെങ്കിൽ ഇവന്റെ പ്രാർത്ഥനാ ദൈവം കേൾക്കുമോ? ഹല്ലേലൂയ. അവരുടെ വിശ്വാസ പ്രമാണം, ന്യായപ്രമാണത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന മാത്രമാണ് ദൈവം കേൾക്കുന്നു എന്നുമാണ് ന്യായപ്രമാണ പുസ്തകത്തിൽ അവർ പഠിച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കുന്നുവെങ്കിൽ, നമ്മുടെ നീതിമാനായി ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അല്ലെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. കുറിവാക്യത്തിലേക്ക് വരാം. 66-ാം അധ്യായം 18-ാം വാക്യം, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ
കർത്താവ് കേൾക്കയില്ലായിരുന്നു. ഇവിടെ ദാവീദ് തന്റെ ജീവിതയാത്രയിൽ ദാവീദ് പറയുകയാണ്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ യഹോവ കേൾക്കയില്ലായിരുന്നു. യഹോവ നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നമ്മൾ വിശുദ്ധിയോടെ, നീതിയോടെ, ഹല്ലേലൂയ, കയ്യില് രക്തം പുരളാത്ത കൈയായി, പാപമില്ലാത്ത കൈയായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ അടുത്തു വരണമെന്നാണ് ദൈവം നമ്മെ ഓർപ്പെടുത്തുന്നത്. ദാവീദ് തന്റെ ജീവിതയാത്രയിൽ ഹല്ലേലൂയ താൻ പാപം ചെയ്തിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടില്ല എന്ന് ദാവീദിന് വ്യക്തമായി അറിയാം. ദാവീദ് നമ്മെ ഓർപ്പെടുത്തുന്നത്, ദൈവമക്കളെ, നമ്മൾ പാപം ചെയ്തു എങ്കിൽ അവൻ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചിട്ടുണ്ട്. മരിച്ചടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റ ഒരു യേശു ഉണ്ട്. നാം അവനോട് വിളിച്ചപേക്ഷിച്ചാൽ, നാം അവന്റെ കൽക്കൽ വീണാൽ, നാം അവനോട് പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ, നമ്മുടെ പാപങ്ങളെ അവൻ കഴുകി, അവന്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കുന്ന ഒരു ദൈവമാണ്. നമുക്കതിനൊരു മനസ്സുണ്ടെങ്കിൽ ദൈവം നമ്മുടെ പാപങ്ങളെ കടലിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയുന്ന ദൈവമാണ്. നിന്റെ പാപങ്ങൾ എത്ര കടുച്ചുവപ്പായിരുന്നാലും അവന് ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് നമുക്ക് വാഗ്ദത്തം പറഞ്ഞ ദൈവമാണ്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾക്ക് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറയുവാനുള്ള ഒരു മനസ്സ്, ഹല്ലേലൂയ, ഏറ്റുപറയുവാനുള്ള മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉളവാവണമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. അങ്ങനെ ഏറ്റുപറഞ്ഞ് ആ പാപങ്ങളെ കഴുകിക്കളയുമ്പോൾ നാം ദൈവത്തിലും ദൈവം നമ്മളിലും വസിക്കും. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് മറുപടി ഉണ്ടാകുമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആമേൻ.